ഹലോ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഇപ്പോൾ ഞാനിവിടെ പറയാനിരിക്കുന്നത് യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ്. യേശു പക്ഷേ ഏത് അത്ഭുത പ്രവൃത്തിയാണ് ചെയ്തതെന്ന് അറിയാമോ കൂട്ടുകാരികളെ? ആരാന്നറിയാമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ. ഇത് നടന്ന സ്റ്റോറിയാണ്. ഒരിക്കൽ യേശു മലയിൽ കയറി പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒത്തിരി മനുഷ്യർ അവിടെ കൂടി നിന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. അവരിങ്ങനെ മലയിലുള്ള ആ പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഭക്ഷണമില്ലൊന്നും കഴിക്കാതെ അവരവിടെ ഇരുന്ന് യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. അവർ എവിടെയും പോകാതെ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ യേശു പറയുന്ന ആ മൾട്ടിറ്റ്യൂഡ്സിൽ അവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. യേശു ചിന്തിച്ച്, ഈ മക്കൾക്കെല്ലാം ആഹാരം കൊടുക്കണമല്ലോ, ഇത്രയും ദിവസമായിട്ട് അവരിവിടെ ഇരിപ്പുണ്ടല്ലോ, ഇവർക്ക് കൊടുക്കാൻ ആഹാരമില്ലല്ലോ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടനെ ചെന്ന് അവർ പറഞ്ഞ് യേശുവിനോട്, ഞങ്ങൾ ചെന്ന് നോക്കട്ടെ, പുരുഷാരത്തിൽ ആരെങ്കിലും കയ്യിൽ എന്തുവേലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവരങ്ങനെ അങ്ങനെ നോക്കാൻ പോയി. ശിഷ്യന്മാരെ എല്ലാവരും ആൾക്കാരുടെ കൂട്ടത്തിൽ ചെന്നു ഇങ്ങനെ നോക്കാൻ ആരംഭിച്ചു. നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ ഒരു ബാലൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ ആ ബാലനോട് ചോദിച്ചു, എന്തുവാ എവിടുന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ, എന്നെ മമ്മി കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞ് അവരുടനെ പറഞ്ഞു. മമ്മി തന്നതാണെന്ന് പറഞ്ഞ് ആ ശിഷ്യന്മാരുടെ കയ്യിലോട്ട് അത് കൊടുത്തു. ബാലൻ 5 അപ്പവും 2 മീനും പൊതി അങ്ങനെ ആ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാർ അത് വാങ്ങിക്കൊണ്ട് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. യേശു എന്താ ചെയ്തു? സ്വർഗത്തിലോട്ട് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരുടെ അടുത്ത് കൊടുക്കാൻ ഇവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്തുകൊണ്ടിരുന്ന 5000 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. 5000 പേർക്ക് ആ 2 അപ്പവും 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് അവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ ദൈവം എന്താ ചെയ്തു? അത്ഭുതം ചെയ്തു. യേശു അത്ഭുതം ചെയ്തു. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇങ്ങനെ ഈ നടന്ന സംഭവം കാരണം നമുക്കറിയാൻ പറ്റും, യേശുവിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും യേശു അത്ഭുതം ചെയ്യും. യേശു നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. നമ്മൾക്ക് നല്ലതുപോലെ അറിയാം. യേശു പറഞ്ഞ ഈ കഥ നിങ്ങളെല്ലാവരും കേൾക്കണം. ഇത് ബൈബിളിലുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. അതുകൊണ്ട് ഈ ബൈബിൾ വായന നിർത്തരുത്, അത് വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾക്കത് അനുഗ്രഹമായി തീരും, അത്ഭുതമായി തീരും. ആമേൻ, ആമേൻ.